ഹലോ ഡിയേഴ്സ്, ഇന്നൊരു കല്യാണ സൽക്കാരമുണ്ട്. അതിനാണ് ഈ ഒരുങ്ങിക്കിട്ടുന്നത്. എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ്. സത്യമായിട്ടും കല്യാണ വീട്ടിൽ ആരെയും എനിക്കറിയില്ല, കേട്ടറിവ് മാത്രം. അച്ഛന് പോകാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഞാനും ഏട്ടനും കൂടെ വെച്ച് പിടിച്ചു. കല്യാണ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ കണ്ടു. വേറെ ആരെയും എനിക്കറിയില്ല. ആരൊക്കെയോ വന്ന് ഏട്ടനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓ, അവരൊക്കെ പുള്ളിയുടെ സ്ഥലക്കാരാ. ഈശ്വര, എന്നെ ആർക്കും അറിയില്ലേ. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പവും മസാല ദോശയൊക്കെ കഴിച്ചു. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ സംഭാവനയൊക്കെ കൊടുത്തിട്ട് മണവാട്ടിയെ കാണാൻ വന്നു. അവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ പോയത് മൊബൈൽ ഷോപ്പിലേക്കാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിൻ്റെ ടെമ്പേർഡൊക്കെ മാറണമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇറങ്ങാമെന്ന് കരുതി നോക്കിയപ്പോൾ ഉണ്ട് മഴ തുടങ്ങി. അങ്ങനെ മഴയത്ത് അവിടെ പെട്ടുപോയി. പിന്നെ കുറേ നേരം അവിടെ നിന്നു. അവിടെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ചു. ഞാൻ മഴയത്ത് കളിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. മഴയൊക്കെ തോർന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി അടുത്തുള്ളൊരു ബേക്കറി കയറി. ഫിൽറ്റർ ഇട്ട മുഖത്തിൻ്റെ സൗന്ദര്യമാണ് ഗെയ്സ് ഞാൻ ആസ്വദിക്കുന്നത്. അങ്ങനെ ഏട്ടൻ്റെ മാംഗോ ജ്യൂസൊക്കെ വന്നു. എനിക്ക് ഉപ്പിട്ട ലൈമായിരുന്നു. നമുക്ക് മധുരം പറ്റൂലല്ലോ. ഞാനങ്ങനെ ഉപ്പ് ലൈം നല്ല ആസ്വദിച്ച് കുടിക്കുകയാണ്. നല്ല പുളിയുണ്ടായിരുന്നു. അതിനാണ് ഈ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത്. ഏട്ടനാണെങ്കിൽ മാംഗോ ജ്യൂസ് ആസ്വദിച്ച് കുടിക്കുന്നു. എനിക്കാണെങ്കിൽ കണ്ടിട്ട് സഹിക്കുന്നില്ലായിരുന്നു. അവിടുന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു, പട്ടാണിക്കടലയൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് പോരുന്നു.